ഇതെന്താ എല്ലാരും വരാന്തയിൽ കൂട്ടം ചേർന്നിരിക്കുന്നത്? ഏയ്, ഞങ്ങള് വെറുതെ മോന്റെ കാര്യം സംസാരിച്ച്. അറിഞ്ഞു. അതറിഞ്ഞപ്പോ വിസ്മയെ ഒന്ന് നേരിട്ട് കാണാന്ന് കരുതി വന്നതാ ഞങ്ങള്. വരൂ, അകത്തിരുന്ന് സംസാരിക്കാം. അയ്യോ, അതൊന്നും വേണ്ട. ഇരിക്കാനുള്ള സമയമൊന്നുമില്ല, ഞങ്ങൾക്ക് പോണം. മേഡം ഇപ്പൊ വന്നതും ഇങ്ങനെ കാണാൻ പറ്റിയതും ഒരു നിമിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലായില്ല. മുങ്ങിച്ചാവാൻ തുടങ്ങുമ്പോ പ്രതീക്ഷിക്കാതെ കിട്ടുന്നൊരു കച്ചിത്തുരുമ്പില്ലേ, അതാണിപ്പോ ഞങ്ങൾക്ക് നിങ്ങൾ. സോറി, എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. ഞാൻ പറയാം. മകന്റെ സർജറിയുടെ ആവശ്യത്തിന് 48 ലക്ഷം രൂപ വേണം. അതെങ്ങനെ ഉണ്ടാക്കുമെന്നുള്ള ടെൻഷനിലിരിക്കുകയായിരുന്നു ഞങ്ങള്. മഹേശ്വരി കുഞ്ഞമ്മ വന്നു കയറിയപ്പോ ഞങ്ങളെ സഹായിക്കാൻ ദൈവം പറഞ്ഞു വിട്ടതാണോ എന്ന് തോന്നിപ്പോയി. അതുകൊണ്ടാ അങ്ങനെ പറഞ്ഞത്. വലിയൊരു കാശ് തന്ന് മുമ്പ് തന്നെ വിസ്മയെ സഹായിച്ചിട്ടുണ്ട്. ഇനിയും ചോദിക്കുന്നത് ശരിയല്ലെന്നറിയാം. എന്നാലും ഗതികേട് കൊണ്ട്. അമ്മേ, സാരമില്ല വിസ്മയ, അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ടല്ലേ. സത്യം പറഞ്ഞ അമ്മയും മുത്തശ്ശിയും എന്നോട് റിക്വസ്റ്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. വിസ്മയ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞങ്ങൾ വീണ്ടും സഹായിക്കും. അതെ, കാശിന്റെ കാര്യത്തില് ആർക്കും ഒരു ടെൻഷനും വേണ്ട. കാശില്ലാത്തതിന്റെ പേരിൽ വിസ്മയുടെ ഏട്ടൻ വിനയചന്ദ്രന്റെ സർജറി നടക്കാതിരിക്കില്ല. പക്ഷേ വിസ്മയ വേണോ അത് തീരുമാനിക്കാൻ? വിസ്മയ വരൂ, നമുക്ക് സംസാരിക്കാം. നീ എന്താ മടിച്ചു നിൽക്കുന്നത്? ചെല്ല്. പിന്നെ എന്റെ ഭാഗ്യം കൊണ്ട് വന്നതാ അവര്. ഇനി എല്ലാം നേരെ ചൊവ്വേ നടക്കും. കൃഷ്ണ ഗുരുവായൂരപ്പ. നോക്ക്, നിന്റെ ഏട്ടന്റെ സർജറിക്ക് കാശ് തന്ന് സഹായിക്കാമെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഞങ്ങൾ ഇനിയും സഹായിക്കും. അപ്പോൾ അവർ പ്രീവിയസ് എഗ്രിമെന്റ്. പക്ഷെ നിന്റെ തീരുമാനം എന്താണെന്ന് ആദ്യം അറിയണം ഞങ്ങൾക്ക്. എന്റെ തീരുമാനം ഡോക്ടറമ്മ മാഡത്തിനോട് പറഞ്ഞതാണ്. ഡോക്ടറമ്മ പറഞ്ഞതിനപ്പുറം എനിക്കൊരു തീരുമാനമില്ല. നിന്റെ പ്രൊഫസർ അന്ന കുര്യന് ഒരു തെറ്റ് പറ്റിയതാ. ഞങ്ങളത് പറഞ്ഞ് തിരുത്തിയിട്ടുണ്ട്. ഇപ്പൊ പ്രൊഫസർക്ക് ഒരു സംശയമില്ല, എല്ലാം വ്യക്തമായി മനസ്സിലായി എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. ഇനി നിന്റെ നിലപാട് എന്താണെന്ന് മാത്രമേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഡോക്ടറമ്മ എന്റെ കാര്യത്തിലെ നിലപാടൊന്നും മാറ്റില്ല. മാറ്റിയെങ്കിൽ? മാറ്റില്ല, തീർച്ചയാണ്. എന്നാ ഞങ്ങൾ മാറ്റിച്ചു. നിനക്ക് നേരിട്ട് ചോദിക്കാം. നോക്കൂ കുട്ടി, വയലൻസും അക്രമമൊന്നും എന്റെ മാർഗമല്ല. പക്ഷേ വാക്കിന് വ്യവസ്ഥ വേണമെന്ന നിർബന്ധക്കാരിയാ ഞാൻ. ഒപ്പിട്ട കരാർ നീ ലംഘിച്ചു. ഇനി അതേ നിലപാടിൽ നീ നിൽക്കുകയാണെങ്കിൽ എന്റെ നിലപാടും എനിക്ക് മാറ്റേണ്ടി വരും. 1 കോടി രൂപ കൊണ്ടുപോയി നിന്നെ നിലത്ത് നിർത്തില്ല പിന്നെ ഞാൻ. നിനക്ക് 48 മണിക്കൂർ സമയം തരും. അതിനുള്ളിൽ നിന്റെ മറുപടി ഞങ്ങൾക്ക് കിട്ടണം. ഇല്ലെങ്കിൽ വീണ്ടും ഞങ്ങളിങ്ങെത്തും. ആ വരവ് നിനക്കോ നിന്റെ വീട്ടുകാർക്കോ താങ്ങില്ല. വേണമെങ്കിൽ ഡോക്ടർ അന്നാകുര്യനോട് ചോദിച്ചാൽ മതി. അപ്പൊ ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.